തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലെ കുളിരും കോടമഞ്ഞും പരസ്പരം മുകർന്നു കിടക്കുന്ന മലഞ്ചെരുവുകൾ താണ്ടി തേയിലക്കാടുകളുടെ ഹരിതകാന്തി നുകർന്ന് ചന്ദനമരങ്ങളുടെ സുഖശീതളമയിലൂടെ ചിന്നാർ വനമിറങ്ങി ഉടുമലപ്പേട്ട് എന്ന ചെറുപട്ടണവും കടന്ന് തമിഴ്നാടിൻ്റെ വരണ്ട മണ്ണിലൂടെയുള്ള യാത്ര ഉരുക്കിൻ്റെ മനക്കരുത്തും അറിവിൻ്റെ അക്ഷയഖനിയും ഒത്തുചേർന്ന ഒരു മലയാളി കുടിയേറ്റ കർഷകനെ തേടിയായിരുന്നു. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB എടുത്ത ശേഷം IASകാരനാകാൻ ശ്രമിച്ച് സസ്യശാസ്ത്രാധ്യാപകനായി ഒടുവിൽ തമിഴ് മണ്ണിലേക്ക് കുടിയേറിയ ജോഷി ചെറിയാൻ ഇവിടെയാണ്. കൃഷിയുടെയും കൃഷിക്കാരൻ്റെയും വിലയും നിലയും മനസ്സിലാക്കിയ പാരമ്പര്യ കർഷകൻ. വലിച്ചെറിഞ്ഞതോ വലിയ വലിയ സ്ഥാനമാനങ്ങളും. തമിഴ്നാട്ടിലെ അന്തിയൂർ എന്ന തരിശുഭൂമിയുടെ പേരും പെരുമയും ഭാരതമാകെ കേൾപ്പിച്ച പാലാ കാരൂർ സ്വദേശിയായ ഈ പ്രതിഭാശാലിക്ക് പിറകിൽ സംഭവബഹുലമായ ഒരു ജീവിതമുണ്ട്. പഠിച്ചത് പാടുന്ന ഒരു പടുഗായകനാവാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കറുത്ത കളിമണ്ണും ഉപ്പുവെള്ളത്തിൻ്റെ നനവും നിറഞ്ഞ ഇവിടം കിട്ടിയ വിലയ്ക്ക് വിറ്റ് പണ്ടേ നാട് പിടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം പുതിയ പാഠങ്ങൾ ഇവിടെ നിന്ന് ലോകത്തെ പഠിപ്പിച്ചു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? ജോഷി ചെറിയാനെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായും വാടില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു ചലഞ്ച് ഉണ്ടാകുന്നുള്ളൂ. ആ ചലഞ്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെ നോക്കിക്കഴിഞ്ഞപ്പം ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ, എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ പ്രോബ്ലം ഓവർകം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ അതൊരു നമുക്ക് ഒരു ഫാം ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നോളജ് ബേസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. പാലക്കാരൻ എന്നാൽ കുടിയേറ്റക്കാരൻ എന്ന് മലയാളി ഏതു കാലത്തും കണ്ണുമടച്ച് സമ്മതിക്കും. അവൻ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നത് സ്വന്തം ഇച്ഛാശക്തി കൊണ്ടാണ്. ഇവിടെ ജോഷി ചെറിയാനും ഇച്ഛ കൊണ്ട് പടുത്തുയർത്തിയത് അന്തിയൂർ മോഡൽ എന്ന് പേരുകേട്ട ഒരു സമഗ്ര കാർഷിക പദ്ധതിയാണ്. ഇന്ത്യയിലെ ആവറേജ് വില്ലേജ് സിറ്റുവേഷൻ, അതായത് ചെറിയ ഹോൾഡിങ്സ് 5 ഏക്കർ അല്ലെ അതിനേക്കാൾ കുറഞ്ഞ ഹോൾഡിങ്സ് ഉള്ള വില്ലേജസാണ് ഇന്ത്യയിൽ കൂടുതലും. ഈ ഫാർമേഴ്സിൻ്റെ കയ്യിൽ കാൽവേറ്റ് റിസോഴ്സ് ഒന്നുമില്ല, അവർക്ക് ഫിനാൻഷ്യൽ ടെക്നോളജിയിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഈ വില്ലേജിലും. അപ്പോൾ ഈ വില്ലേജിലെ ഫാർമേഴ്സിന് കിട്ടിയ അഡ്വാൻറ്റേജ്, നമ്മൾ അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ട ടെക്നോളജി പ്രൊവൈഡ് ചെയ്തു. അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള റിസോഴ്സ് നബാർഡിൻ്റെ ഒരു പ്രത്യേക സ്കീമിൽ ഫണ്ട് അവൈലബിളായി. അങ്ങനെ ഈ റിസോഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് സാധാരണ ഒരു കർഷകന് അവൻ്റെ ലാൻഡ് ഏറ്റവും ഒരു ബെസ്റ്റ് മോഡലിലേക്ക് ഇവോൾവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഒരു ജനറൽ സിറ്റുവേഷൻ ഇതാണ്. അപ്പം ഇതുപോലെയുള്ള ഈ ഒരു മോഡലിന് ഇന്ത്യ പലയിടത്തും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ്റും എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം 1991 ജോഷി ചെറിയാൻ അന്തിയൂരിലെത്തുന്നത്. അക്കാലത്ത് തൃശ്ശൂരിൽ കുറച്ച് കൃഷിയും പാലാ സെയിൻറ് തോമസ് കോളേജിൽ ബോട്ടണി അധ്യാപനവുമായി കഴിയുകയായിരുന്നു അദ്ദേഹം. അന്തിയൂരെന്ന പ്രദേശം അന്ന് ആരും വരാനില്ലാതെ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. വെറും കാടല്ല, മനുഷ്യനും മണ്ണിനും അത്യന്തം വിനാശകാരിയായ ഡെല്ലിമുള്ള് എന്ന ചെടിയായിരുന്നു ഇവിടമാകെ. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ തുറസായ ഏതു പ്രദേശത്തും ഡെല്ലിമുൾക്കാട് കാണാൻ കഴിയും. മണ്ണിലെ ഈർപ്പം മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു രാക്ഷസൻ ചെടിയാണിത്. ഏതു വേനലിലും ഇത് ഉണങ്ങില്ല. ഈ പച്ചപ്പിലേക്ക് പക്ഷികൾ പോയിട്ട് പാമ്പുകൾ പോലും വരികയുമില്ല. പിന്നല്ലേ മനുഷ്യൻ? എന്നാൽ അവിടേക്ക് കഥയറിയാതെ ജോഷി ചെറിയാൻ കടന്നു ചെന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ കാര്യമായിട്ട് കിട്ടാറില്ല. നോർത്ത് ഈസ്റ്റ് തുലാമഴയാണ് അവിടെ മഴ കാര്യമായിട്ട് കിട്ടുന്നത്. അപ്പം അവിടെ ഈ മൺസൂൺ നമുക്ക് മഴയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴ കിട്ടുമ്പോൾ ഇവിടുത്തെ ആവറേജ് റെയിൻഫോൾ തന്നെ 600 മില്ലിമീറ്ററേ ഉള്ളൂ.
പിന്നെ ഈ ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഏരിയയിലെ മണ്ണ് കറുത്ത മണ്ണാണ്. അപ്പോൾ ആ കറുത്ത മണ്ണ് കേരളത്തിലെ കറുത്ത മണ്ണുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കേരളത്തിലെ മണ്ണിൻ്റെ കളറ് കറുപ്പാകുന്നത് ജൈവാംശം ഓർഗാനിക് മാറ്റർ കൂടുമ്പോഴാണ് അത് കറുത്ത കളർ വരുന്നത്. മറ്റത് അതൊരു കെമിക്കൽ നേച്ചറാണ്. മണ്ണിൻ്റെ അകത്ത് അയണിൻ്റെ കണ്ടൻറ്റ് കുറവായതുകൊണ്ടാണ് ഈ മണ്ണ് കറുത്തിരിക്കുന്നത്. പിന്നെ സബ്സിക്വൻ്റായിട്ട് ഈ കറുത്ത മണ്ണ് ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇതിന്റെ ഫലമായി മഴക്കാലത്ത് ഈ മണ്ണ് ചളി പിടിക്കുകയും വേനലിൽ വിണ്ടുകീറുകയും ചെയ്യും. സ്ഥലം വാങ്ങിക്കഴിഞ്ഞാണ് പറ്റിപ്പോയ അമളി ജോഷി ചെറിയാൻ തിരിച്ചറിയുന്നത്. ഇവിടെയുള്ള ലോക്കൽ ഫാർമേഴ്സുമായിട്ട് ആദ്യം ഇവരുടെ ഈ സോയിൽ മാനേജ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഇൻട്രാക്ട് ചെയ്തു. അവരുടെ ആ എക്സ്പീരിയൻസും നോളജും എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴ്നാട്, കർണാടക അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനത്തെ സോയിൽ, അതുപോലെ ഉപ്പുവെള്ളം, ഈ കണ്ടീഷൻസ് ഉള്ള സാഹചര്യങ്ങൾ യാത്ര ചെയ്ത് കണ്ട് മനസ്സിലാക്കി. അപ്പം അവിടെ കർഷകർ എന്താണ് ചെയ്തിരിക്കുന്നത്, അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ളൊരു ടൂർ സ്റ്റഡി പ്രോഗ്രാം, ഒരുപാട് ലിറ്ററേച്ചർ വായിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വേരിയേഷൻസ്, റിസോഴ്സസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ചില പെർസെപ്ഷൻസ്, ഐഡിയാസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. നാരെടുത്തതിനു ശേഷം ഉപേക്ഷിക്കുന്ന ചകിരിച്ചോറ് നശിപ്പിക്കാൻ നിർവാഹമില്ലാതെ പലയിടത്തും ഒരു തലവേദനയായി തീരുന്ന സമയം. ഈ ചകിരിച്ചോറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതുപോലെ പോറോസിറ്റി, അതായത് ആസ് എ മീഡിയ എയർ വാട്ടർ ബാലൻസ് ഏറ്റവും പെർഫെക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ചകിരിച്ചോറ്. അപ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റി നിലനിർത്തുന്നത് വാസ്തവത്തിൽ ഈ ചകിരിച്ചോറിൻ്റെ അകത്തുള്ള ലിഗ്നിനാണ്. അപ്പോൾ നമ്മുടെ കൊയർ ബോർഡും യൂണിവേഴ്സിറ്റീസൊക്കെ ഈ ചകിരിച്ചോറിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ടെക്നോളജി ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് ചകിരിച്ചോറിനെ ഒരു ഓർഗാനിക് മെന്യൂറായിട്ട്, ജൈവ വളമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പിത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു ലിഗ്നോലിറ്റിക് മൈക്രോബ് ഡെവലപ്പ് ചെയ്ത് അത് യൂസ് ചെയ്ത് ലിഗ്നിൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിനെ ജൈവ വളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ചകിരിച്ചോറിന് ജൈവ വളം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതൊരു സോയിൽ കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഗ്രോയിങ് മീഡിയ എന്നുള്ള നിലയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. തുടർന്ന് വലിയ കുഴികളെടുത്തു. അതിൽ ചകിരിച്ചോറും മേൽമണ്ണും നിറച്ച് സപ്പോട്ടയും നെല്ലിയും നട്ടു. സപ്പോട്ടയും നെല്ലിയും തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ വളരെ കുറവുള്ള സ്ഥലമാണിത്. അപ്പോൾ വരൾച്ച എല്ലാ കൊല്ലവും രൂക്ഷമായ വരൾച്ച ഉണ്ടാകുന്ന സ്ഥലം. അപ്പം വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ള ചെടികൾ. ഇപ്പോൾ തെങ്ങിന് ഒരു ദിവസം 100 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ അതേസമയം സപ്പോട്ട, നെല്ലിക്കൊക്കെ ആഴ്ചയിൽ 25, 30 അല്ലെ 50 ലിറ്റർ വെള്ളം കിട്ടിയാൽ മതി. ലഭ്യമാകുന്ന മഴയെ പരമാവധി വലിച്ചെടുക്കാൻ ശക്തിയുള്ള സസ്യങ്ങളാണിത്. മാത്രവുമല്ല, സപ്പോട്ട തൈ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അരണിച്ചെടിക്ക് ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും. അതിനാൽ ഇവിടുത്തെ ഉപ്പുവെള്ളം സപ്പോട്ടയ്ക്ക് ദോഷം ചെയ്യുകയുമില്ല. ഇങ്ങനെ പ്രദേശത്തിന് ഇണങ്ങിയതും അത്യന്തം ശാസ്ത്രീയവുമായ ഒരു കൃഷിരീതിയാണ് അന്തിയൂരിൽ പരീക്ഷിച്ചത്. വെളിച്ചത്തെയും മണ്ണിനെയും പക്ഷിമൃഗാദികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയായിരുന്നു തുടർന്ന് ജോഷി ചെറിയാൻ അന്തിയൂരിൽ നടപ്പാക്കിയത്. 100 ഏക്കർ സ്ഥലം ആദ്യമായി ഈ വിധം മാറ്റിയെടുത്തു. മാർക്കറ്റിൽ കിട്ടുന്ന സപ്പോട്ട പഴത്തിൻ്റെ സ്വാദല്ല യഥാർത്ഥ സപ്പോട്ട പഴത്തിനെന്ന് തിരിച്ചറിയാനായത് ജോഷി ചെറിയാൻ്റെ ഫാമിൽ സപ്പോട്ട വിളഞ്ഞ് പഴുത്തപ്പോഴാണ്. കാറ്റിൽ പഴച്ചെടികളുടെ നറുമണവും ഇലകളുടെ മർമരവും കലർന്നു. അതോടൊപ്പം അന്തിയൂരിലെ മണ്ണിലേക്ക് പുതിയ അതിഥികളും വന്നെത്തി. നമ്മളിതിനകത്ത് മെയിനായിട്ട് കാണുന്നത് പ്രകൃതി വിഭവങ്ങളെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതായത് സൺലൈറ്റ്, സോയിൽ, ബയോഡൈവേഴ്സിറ്റി, മോയ്സ്ചർ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഇൻവോൾവ്മെൻറ്റ്,
ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് പലതരത്തിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുക. ലൈറ്റ് റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മളിതിൻ്റെ സ്പേസിങ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ സമ്മറായി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഈ കറുത്ത മണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലടിച്ച് മണ്ണ് ചൂടായി ഈ ചൂട് കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചെടി വീക്കാവും. അതുപോലെ ഈ സപ്പോർട്ടൊക്കെ മൂത്ത ഉടനെ അത് പൊഴിഞ്ഞ് താഴെ പോവും. അതിൻ്റെ ആ ടേസ്റ്റിനെ ബാധിക്കും. അത് ഈ പുല്ല് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും വെയിൽ നേരിട്ട് മണ്ണിൽ വീഴുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മണ്ണ് ചൂടാകുന്നില്ല. ഈ ക്വാളിറ്റി ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി എല്ലാം അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ ഈ പുല്ലും ഈ വീഡ്സ് എല്ലാം നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഇൻസെക്ട്സും എല്ലാം അതിൻ്റെ അകത്ത് വരും. ഫ്ലവേഴ്സ് ഉണ്ടാവും, ഹണി ബീ പോപ്പുലേഷൻ കൂടും. ഈ ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ബേർഡ്സ് വരും. അപ്പോൾ ആ ബേർഡ് പോപ്പുലേഷൻ കൂടും, ബേർഡ് ഡ്രോപ്പിങ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സിസ്റ്റം ആസ് എ ഹോൾ, ഇത് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സപ്പോർട്ട നെല്ല് മാത്രമല്ല നമ്മുടെ കൃഷി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ എൻവയറമെൻറ്റിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് തന്നെ നമ്മൾ ഓരോ കൊല്ലം ചെല്ലുന്നതോറും ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫലം കാക്ഷിച്ച് ചെയ്യുന്ന വേല മാത്രമല്ല ഇവിടെയുള്ളത്. അതിനാൽ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം വച്ച് കൊടുക്കുകയും അവയ്ക്ക് മുട്ടയിട്ട് വിരിഞ്ഞു പോകാൻ ശല്യമില്ലാത്ത അവസ്ഥ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. പ്രശ്നങ്ങളാണ് അതിജീവനത്തിനുള്ള അവസരങ്ങൾ നൽകുന്നതെന്ന് പറയുന്ന ജോഷി ചെറിയാൻ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സ്വയം പഠിക്കുക മാത്രമല്ല, ആ വിലപ്പെട്ട അറിവുകൾ ചുറ്റുപാടുമുള്ളവർക്കായി പങ്കുവച്ച് നൽകുകയും ചെയ്തു. അതായത് ഞങ്ങൾക്ക് ആദ്യം തന്നെ വാസ്തവത്തിൽ ഈ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ഈ വില്ലേജിലുള്ള മറ്റ് ഫാർമേഴ്സുമായിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റ് ഷെയർ ചെയ്തിട്ട്, അതുപോലെ ഞാൻ പല സ്ഥലത്തും വിസിറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ഫാംസ് ഇവരെ പലരെയും കൂട്ടിക്കൊണ്ടുപോയി കാണിച്ച് ആ ഒരു സ്റ്റേജിൽ തന്നെ, അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വില്ലേജിലുള്ള 20 ഫാർമേഴ്സ് ഈ പ്രോജക്റ്റുമായിട്ട് സഹകരിച്ച് അവരുടെ ലാൻഡും കൂടെ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. സബ്സിക്വൻ്റ് ആയിട്ട് ഈ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചതിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഫാർമേഴ്സ് റെഗുലറായിട്ട് ഇവിടെ വരികയും ഇത് കാണുകയും പലരും ഈ കോൺസെപ്റ്റ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധത മൂലം ജോഷി ചെറിയാൻ ആരംഭിച്ച ഈ തരിശുഭൂമി നവീകരണം ഇന്ന് ദേശീയ തലത്തിൽ ഒരു മാതൃകയായി രാഷ്ട്രം സ്വീകരിച്ചിട്ടുണ്ട്. സപ്പോട്ടയ്ക്കും നെല്ലിക്കും മെച്ചപ്പെട്ട വിളവ് മാത്രമല്ല, വിശേഷപ്പെട്ട ഗുണവും ഈ ജൈവകൃഷി നൽകുന്നു. രാസവളം തരി പോലും പ്രവേശിക്കാത്ത ഈ ഫാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ശുദ്ധമായ ഫലങ്ങൾ മാത്രം. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇവിടുത്തെ സപ്പോട്ടയ്ക്കും നെല്ലിക്കയ്ക്കും ധാരാളം ആവശ്യക്കാരുമുണ്ട്. ഓർഗാനിക് കൾട്ടിവേഷൻ ആയതുകൊണ്ട് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും അങ്ങനെയുള്ളതെല്ലാം വളരെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ഹാംഫുൾ കെമിക്കൽസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു എഫേർട്ട് ആവശ്യമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യം നേടിയ മണ്ണ്, സ്നേഹമുള്ള പരിചരണം, ഇവ കൂടിച്ചേരുമ്പോൾ വിളകൾ എങ്ങനെ നല്ല ഫലം കൊടുക്കാതിരിക്കും? ഏത് കഠിന ഹൃദയനുമില്ലേ ഒരൽപ്പം മനസ്സലിവ്? അതാണ് ഇവിടുത്തെ മണ്ണും നൽകിയത്. ഒരു ഉൽപ്പന്നത്തെ വിൽക്കുന്നതിന് പകരം വിപണനം ചെയ്യാൻ കഴിഞ്ഞാലേ വരും കാലത്ത് മെച്ചമുള്ളൂ എന്ന് ജോഷി ചെറിയാൻ വിശ്വസിക്കുന്നു. ഈ ഓർഗാനിക് പ്രോഡക്ട്സ് കൂടുതൽ ബെറ്റർ മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ളൊരു റിക്വയർമെൻറ്റ് പലരുടെയും ഒരു കോമൺ ആവശ്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഈ അടുത്ത നാളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തിട്ട് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്നൊരു പുതിയ ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ആശയം ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 1500-2000 ജൈവ കർഷകർ ഒരുമിച്ച് കൂടി ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചിരിക്കുക. ആ പ്രൊഡ്യൂസർ കമ്പനിയുടെ പേര് ഇന്ത്യൻ ഓർഗാനിക് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് സർട്ടിഫൈഡ് ഓർഗാനിക് പ്രോഡക്ട്സ് ഒരു ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിലും പുറത്തും മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കർഷകർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസ്, സാധാരണ കർഷകൻ
ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ആ വിൽപ്പനയ്ക്ക് പകരം ഇത് വിപണനം ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് കർഷകർ വളരുക, അല്ലെങ്കിൽ കർഷകരുടെ കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യുക. അതാണ് ഈ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. 800 കർഷകരാണ് ഇപ്പോൾ ഈ കമ്പനിയിലുള്ളത്. സ്വിറ്റ്സർലൻഡ് കമ്പനിയുടെ പിന്തുണ കൂടി ലഭിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ കമ്പനിയിൽ ആകെ 2000 പേരെ ചേർക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ജൈവ കൃഷിക്ക് വമ്പിച്ച അറിവും ഊർജ നിക്ഷേപവും വേണം. ജൈവോൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രീയമായ അറിവ് കൂടി കർഷകന് അത്യാവശ്യമാണ്. ഗവേഷകനാകാതെ വരുംകാലത്ത് ഒരു കർഷകനും രക്ഷപ്പെടാൻ കഴിയുകയില്ല. എഴുതാത്ത ഈ പാഠപുസ്തകങ്ങൾ ജോഷി ചെറിയാൻ എന്ന അചഞ്ചലനായ പഴയ അധ്യാപകൻ്റേത്. അദ്ദേഹം സ്വാനുഭവത്തിൽ നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൃഷി ഇനി ഭാവിയിൽ ഒരു വലിയ പൊട്ടൻഷ്യൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയി റിവോൾവ് ചെയ്ത് വരിക ഇപ്പം. അതായത് ഇന്ത്യ ഈ വേൾഡ് എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ലീഡർഷിപ്പുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കൃഷിയാണ്. കാരണം നാച്ചുറൽ റിസോഴ്സ് ഏറ്റവും കൂടുതൽ അബൻഡൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്ന് 6 മാസം മഞ്ഞും അവിടെ ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത്രയും റിച്ച് നാച്ചുറൽ റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്ത് ആ പ്രോഡക്റ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് നോളജ്, അപ്പോൾ അത് ഇവോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്ത്യ കൃഷിയിൽ ഒരു വേൾഡ് ലീഡർ ആയിരിക്കും. കൃഷിക്കാരന് വേണ്ടത് പരിസ്ഥിതിയെ സംബന്ധിച്ച സമ്പൂർണ്ണ ജ്ഞാനമാണ്. അതിന് കർഷകൻ സ്വയം അന്വേഷണം നടത്തി അവനവന് വേണ്ടി പ്രാപ്തരാവണം. ഇത് ഒരു വ്യക്തി ജീവിതം കൊണ്ട് പഠിച്ച പാഠങ്ങളാണ്. ജോഷി ചെറിയാന്റെ ഫാമിനപ്പുറം സദാ കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഊർജത്തിന്റെ വലിയൊരു സമാഹരണവും വിതരണവും നടക്കുകയാണ് അവിടെ. അതിൻ്റെ ഉറവിടമോ പ്രകൃതിയും. അന്തിയൂർ മോഡലിന്റെ ദേവശില്പിയെ അറിഞ്ഞോ അറിയാതെയോ സ്വാധീനിച്ചതും അതാവാം. പ്രകൃതി വിഭവങ്ങളായ കാറ്റിനെയും മണ്ണിനെയും വെള്ളത്തെയും യഥോചിതം ഉപയോഗിച്ച് ഉൽപാദനം നടത്തി അവ വിതരണം ചെയ്യുക. ചകിരിച്ചോറിൽ നിന്ന് ഇഷ്ടിക രൂപത്തിൽ ജൈവ മിശ്രിതമുണ്ടാക്കുന്ന വിദ്യ അതാണ്. ഇത് ആവശ്യമനുസരിച്ച് ഇവിടെ നിർമ്മിച്ച് ഓസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. ഈ കോയർപ്പിത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസ് നിലനിർത്തിക്കൊണ്ട് ഇത് കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഇതൊരു വലിയ റവന്യൂ ജനറേറ്റിംഗ് പോയിൻ്റായിട്ട് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിക്ക് ഇത് കോമ്പാക്റ്റ് ചെയ്ത് ബ്ലോക്ക് ആൻഡ് ബ്രിക്ക് ആക്കുന്ന പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് അരിച്ചെടുക്കും, സീവ് ചെയ്യും. അപ്പോൾ അങ്ങനെ സീവ് ചെയ്യുന്ന സ്റ്റേജിൽ നമുക്ക് കുറച്ച് ബേബി ഫൈബർ, ചെറിയ കോയർ ഫൈബേഴ്സ് നമ്മുടെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ബേബി ഫൈബറിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം അത് ചെടിയുടെ ചോട്ടിൽ മൽച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒരു ഐഡിയൽ മെറ്റീരിയലാണ് നമുക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കാറ്റടിച്ചാലും പറന്നു പോവുകയില്ല, ഇത് നേരിട്ട് വെയിൽ മണ്ണിലടിക്കുകയില്ല, എവാപ്പറേഷൻ കൺട്രോൾ ചെയ്യും, വീഡ് ഗ്രോത്ത് കൺട്രോൾ ചെയ്യും. പ്രത്യേകിച്ച് വളരെയധികം എക്സ്ട്രീം സമ്മറുള്ള രാജസ്ഥാൻ അതുപോലെയുള്ള സിറ്റുവേഷനിൽ പകല് ടെമ്പറേച്ചർ വളരെ കൂടുതലും രാത്രി ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെ ഈ ഡയോർണൽ വേരിയേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എക്സ്ട്രീം വേരിയേഷൻ ഉള്ളിടത്ത് ഇത് മൾച്ചായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പകല് ടെമ്പറേച്ചർ കൂടുന്നതും രാത്രി കുറയുന്നതും നമുക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി തീർന്ന അന്തിയൂരിലെ ഈ ഫാമിൽ ഇപ്പോൾ ഫലവൃക്ഷങ്ങൾ മാത്രം. ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞു തന്ന നെല്ലിക്കയും കായ്ച്ചു വിളഞ്ഞുകിടക്കുന്ന സപ്പോട്ടയുമുണ്ട്. അവയെ പരിചരിക്കാൻ തൊഴിലാളികളും അവർക്കൊപ്പം ജോഷി ചെറിയാനുമുണ്ട്. ഇവിടുത്തെ താൽക്കാലിക വസതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും ലളിത ജീവിതം. ഈ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമായി ഊർജ സാന്നിധ്യത്തിൻ്റെ ഇരമ്പം സദാ പകർന്നുകൊണ്ട് അകലെ കാറ്റാടി യന്ത്രങ്ങളും. വിശാലമായ കൃഷിഭൂമിയിൽ നിന്ന് പിന്മടങ്ങുമ്പോൾ ജോഷി ചെറിയാന്റെ വാക്കുകൾ മുഴങ്ങി. ജൈവ കൃഷി എന്നാൽ ഒന്നും ചെയ്യാതിരിക്കലല്ല, ഒരുപാട് പ്രവർത്തിക്കലാണ്.